നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊണ്ടിമുതൽ കേസ് ആന്റണി രാജുവിന് ഇന്ന് നിർണായകം. തൊണ്ടിമുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിൽ വിചാരണ നടത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നത് പ്രസക്തമാണ്. കേസിൽ നീതിപൂർവമായ വിചാരണ വേണമെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്നാണ് സ്വകാര്യ ഹർജിയിലെ ആവശ്യം. ഇടുക്കിയിൽ ഓട്ടോ ഡ്രൈവർക്ക് സിഐയുടെ ക്രൂരമർദ്ദനം. ഇടുക്കി കൂട്ടാറിൽ പുതുവത്സര ദിനത്തിൽ പടക്കം പൊട്ടിക്കുന്നത് കാണാൻ നിന്നയാൾക്കാണ് പോലീസിന്റെ ക്രൂരമർദ്ദനം. കമ്പംമെട്ട് സിഐ ഷമീർ ഖാനാണ് ഓട്ടോ ഡ്രൈവറായ മുരളീധരന്റെ കരണത്തടിച്ചത്. അടിയേറ്റ് നിലത്ത് വീണ മുരളീധരന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മർദ്ദനമേറ്റ് തന്റെ പല്ല് പൊട്ടിപ്പോയെന്നും മുരളീധരൻ പറഞ്ഞു. മുരളീധരനെ പോലീസ് തല്ലിയതിന്റെ ദൃശ്യങ്ങൾ ദിവസങ്ങൾക്ക് ശേഷമാണ് കുടുംബത്തിന് കിട്ടിയത്. തുടർന്ന് ജനുവരി 16 പരാതിയുമായി മുന്നോട്ടു പോകാൻ കുടുംബം തീരുമാനിച്ചതെന്ന് മുരളീധരന്റെ മകൾ പറയുന്നു. തുടക്കത്തിൽ മർദ്ദനമേറ്റ കാര്യം മുരളീധരൻ വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല. വീഡിയോ കണ്ടാണ് താൻ ഇക്കാര്യം അറിഞ്ഞതെന്നും SP ഓഫീസിൽ പരാതി നൽകിയ ശേഷം DYSP ഓഫീസിൽ വിളിച്ച് മൊഴിയെടുത്തെന്നും അശ്വതി പറയുന്നു. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ലെന്നും അവർ പറഞ്ഞു. മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ റാഗിംഗ്, വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. 1ാം വർഷ MBBS വിദ്യാർത്ഥികളെ റാഗിംഗ് ചെയ്തതിൽ 11 2ാം വർഷ വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത്. വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിന്മേലാണ് നടപടി. കോളേജ് ഹോസ്റ്റലിലാണ് റാഗിംഗ് നടന്നത്. സീനിയർ വിദ്യാർത്ഥികൾ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചെന്നായിരുന്നു പരാതി. തുടർ നടപടികൾക്കായി പ്രിൻസിപ്പൽ പോലീസിന് റിപ്പോർട്ട് നൽകി. അച്ഛനെ പ്രജിൻ വെട്ടിക്കൊന്നത് സ്വബോധത്തിൽ തന്നെ. ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ മകൻ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. ജോസിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രജിൻ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി കൊലപാതകം നടത്തിയത് സ്വബോധത്തിൽ തന്നെ. പണം ചോദിച്ചിട്ട് നൽകാത്ത വൈരാഗ്യത്തിലാണ് കൊലപാതകം. സംഭവം നടന്നപ്പോൾ ജോസും ഭാര്യയും പ്രജിനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കൊലപാതകത്തിന് ശേഷം ജോസിന്റെ ഭാര്യ ഉറക്കെ നിലവിളിച്ചതോടെയാണ് നാട്ടുകാർ വിവരമറിയുന്നത്. പാറശാല ഷാരോൺ വധക്കേസ്. വധശിക്ഷയ്ക്കെതിരെ പ്രതി ഗ്രീഷ്മ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാണ് ആവശ്യം. അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രാഥമിക നടപടി എന്ന നിലയിൽ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകാനാണ് സാധ്യത. നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻ ജഡ്ജ് AM ബഷീറാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ഗ്രീഷ്മയ്ക്ക് പ്രായത്തിന്റെ ഇളവ് നൽകാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. 2 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിരുന്നു.